വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. സംഘ് പരിവാറിന്റെ ഗർവാപ്പസി പരിപാടിയെ മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രണബ് മുഖർജി പ്രകീർത്തിച്ചിരുന്നതായി വെളിപ്പെടുത്തലുമായി RSS തലവൻ മോഹൻ ഭഗവത്. ഹിന്ദു മതത്തിലേക്ക് ആളുകളെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഇത്തരം പരിപാടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ആദിവാസികളിൽ ഒരു വിഭാഗം ദേശദ്രോഹികളായി മാറുമായിരുന്നുവെന്നും കോൺഗ്രസ് നേതാവ് അഭിപ്രായപ്പെട്ടതായും ഭഗവത് പറഞ്ഞു. പ്രണബ് മുഖർജി രാഷ്ട്രപതിയായിരുന്നപ്പോഴാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. ഗർവാപ്പസിയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വലിയ ബഹളം നടക്കുന്ന സമയമായിരുന്നു അത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് കരുതി ഞാൻ ആദ്യമേ തയ്യാറായിട്ടായിരുന്നു പോയത്, ഭഗവത് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തുന്നതെന്ന് ചോദിച്ചു പ്രണബ് മുഖർജി. അങ്ങനെ ചെയ്തതാണ് വലിയ വിവാദമായത്. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രപതി ആയിരുന്നില്ലെങ്കിൽ, കോൺഗ്രസിലായിരുന്നില്ലെങ്കിൽ ഞാനും പാർലമെന്റിൽ പ്രതിഷേധിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യദ്രോഹികളാകേണ്ടിയിരുന്ന 30% ആദിവാസികൾ നിങ്ങളുടെ പ്രവർത്തനം കാരണമാണ് അങ്ങനെയല്ലാതായതെന്നും പ്രണബ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ സ്വഭാവം കണ്ട് സന്തോഷവാനായി അവർ ക്രിസ്ത്യാനികളാകുമായിരുന്നു എന്നാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ക്രിസ്ത്യാനികളല്ല, രാജ്യദ്രോഹികളാകുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.